സർക്കാർ ജനറൽ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇന്ത്യയിൽ നടക്കുന്നത്. അത് അപൂർവ നേട്ടം തന്നെയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട അജി, കൊല്ലം ചിറക്കര സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള ദുർഗ കാമിയിൽ മാറ്റിവെക്കുന്നത്. അതിന്റെ സജ്ജീകരണങ്ങൾ, ഹൃദയം മാച്ചായി എന്നറിഞ്ഞപ്പോൾ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് 5 അംഗങ്ങളുള്ള ഡോക്ടർമാരുടെ സംഘമാണ്. ഡോക്ടർ ജോർജ് വാളൂരാൻ അടങ്ങുന്ന സംഘമാണ്. ഡോക്ടർ ജിയോ പോൾ, രാഹുൽ, പോൾ തോമസ്, ബിജോ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ കുറച്ച് ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈ ഹൃദയം എടുക്കുന്ന പ്രക്രിയ, അത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ നടത്തുകയും പിന്നീട് അവിടെ നിന്നും ഹൃദയവുമായി ഇങ്ങോട്ടേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഏകദേശം 2:05 കൂടിയാണ് ഈ ഹൃദയം അവിടെ നിന്നും ശേഖരിച്ച് എയർ ആംബുലൻസിലേക്ക് കയറ്റിയത്. എയർ ആംബുലൻസ് ഏകദേശം 2:05 കൂടി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ ഏകദേശം 5 മിനിറ്റിൽ താഴെ സമയമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ എയർ ആംബുലൻസ് ഹയാത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഹൃദയം എടുത്തു കഴിഞ്ഞാൽ, ഹൃദയം ശേഖരിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ ഇത് മറ്റൊരു ശരീരത്തിൽ മിടിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലാണ്, അതായത് 4 മണിക്കൂർ മാത്രമാണ് നമുക്ക് സമയമുള്ളത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം മിടിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാവലുമായി ബന്ധപ്പെട്ട, ഈ യാത്രയുമായി ബന്ധപ്പെട്ട സമയമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നുള്ളതാണ്. ഏകദേശം 4 മിനിറ്റിനുള്ളിൽ, അതായത് 5 മിനിറ്റിൽ താഴെ സമയമാണ് കണക്കാക്കുന്നത്. 3.7 കിലോമീറ്റർ ദൂരം താണ്ടാൻ 4 മിനിറ്റിൽ താഴെ സമയമാണ് കണക്കാക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയവുമായി ആംബുലൻസ് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, പ്രത്യേകിച്ച് ഗതാഗതമടക്കം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഇത് സ്ട്രെയിറ്റ് റോഡാണ്. പ്രത്യേകിച്ച് എറണാകുളം ഹയാത്തിൽ നിന്നും ഹൈക്കോടതി ജംഗ്ഷൻ, പിന്നീട് മേനക ജനറൽ ആശുപത്രി എന്നിങ്ങനെയാണ് റൂട്ടുള്ളത്. അപ്പോൾ അത്രയും ദൂരം ഏകദേശം 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് താണ്ടാനാവും എന്നാണ് കണക്കാക്കുന്നത്. അതിനുള്ള ഗതാഗത ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഹൈക്കോടതി ജംഗ്ഷൻ പോലെയുള്ള സ്ഥലങ്ങൾ, മേനക പോലെയുള്ള സ്ഥലങ്ങൾ വലിയ ഗതാഗത കുരുക്കുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ പോലീസ് അതിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എയർ ആംബുലൻസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും മിനിറ്റുകൾ മാത്രം മതി ഇവിടെ നിന്നും ഹയാത്തിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് ലിഡിയ സൂചിപ്പിച്ചതുപോലെ ഷിബുവിൻ്റെ ഹൃദയവും കൊണ്ട് എയർ ആംബുലൻസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, വാഹന ഗതാഗത നിയന്ത്രണങ്ങളടക്കം തന്നെയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ലിഡിയ, തുടരാം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എയർ ആംബുലൻസ് ഹയാത്തിലെ ഹെലിപ്പാഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ അല്പസമയം, ഒട്ടും സമയം വൈകിക്കാതെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കേണ്ടതായിട്ടുണ്ട്. 4 മിനിറ്റിൽ താഴെ സമയമാണ് നമ്മൾ കണക്കാക്കുന്നത് ആംബുലൻസിൽ. അത് അത്രയും സമയം തന്നെ, അതായത് 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തന്നെ എത്താനാകും, ജനറൽ ആശുപത്രിയിലേക്ക് എത്താനാകുമെന്നാണ് കരുതുന്നത്. ആംബുലൻസും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാവരും തന്നെ റെഡിയാണ്. മെഡിക്കൽ സൂപ്രണ്ട്, എറണാകുളം ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടും അതിനുള്ള ടീമും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നേരം മുൻപ് തന്നെ അവർ ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ നിലവിൽ ഹൃദയം ശേഖരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അല്പസമയത്തിന് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇറങ്ങുകയാണ്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയമാറ്റത്തിനായി എയർ ആംബുലൻസിൽ നിന്നും ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നത്. നേപ്പാൾ സ്വദേശിനി ദുർഗ കാമിക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.